എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ? പ്രേമനോടെ? എന്താ അവിടെ വഴക്കിട്ട് വന്നിരിക്കുകയാണോ? ആ വീട്ടിൽ എന്റെ ആവശ്യമില്ലെന്ന് തോന്നി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രേമനോട് പറഞ്ഞാ പോരെ? പ്രശ്നം തന്നെ പ്രേമേട്ടനാണെങ്കിലോ? അപ്പൊ പിന്നെ ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരോട് പറയണം. അതുകൊണ്ട് എങ്ങോട്ട് പോന്ന്? അയ്യോ, അതിന് ഇങ്ങോട്ടാണോ പോരേണ്ടത്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയേണ്ടത്, അവരെയാണ് അനുസരിക്കേണ്ടത്. അപ്പൊ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കടമയും തീർന്നോ? തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മുരളി, അമ്മ ഒന്നും പറയണ്ട. ഇവൾക്ക് മാത്രമല്ല, പല പെൺകുട്ടികൾക്കുള്ള അസുഖമാണ്. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഭർത്താവുമായി പിണങ്ങുക, ആ വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കുക, എന്നിട്ട് പെട്ടിയും തൂക്കി നേരെയും പോരുക. സ്വന്തം വീടും ആങ്ങളമാരും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരമാണ്. അതിന് വളം വെച്ചു കൊടുത്താ പിന്നെ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. എന്തു പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും. തൊട്ടതിനെ പിടിച്ചതിനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവും. എന്തൊക്കെ എന്നെ പറഞ്ഞെന്ന് അമ്മയ്ക്കറിയോ? അതൊന്നും അമ്മ അറിയേണ്ട കാര്യമല്ല. പ്രേമനെ അവന്റെ കുടുംബത്തിനെ ഞങ്ങൾ അറിയാത്തൊന്നും അല്ലല്ലോ. വെറുതെ ചീപ്പ് സെന്റിമെന്റ്സ് കളിച്ച് സമയം കളയാതെ എന്റെ മോള് പോവാൻ നോക്ക്. ചേട്ടൻ ഇത്രയ്ക്ക് സ്നേഹമില്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. നേരം കളയാച്ചല്ലേ. ഏതായാലും വന്ന നിലയ്ക്ക് മോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അമ്മ അതിനൊക്കെ ഇനിയും നേരമുണ്ടല്ലോ. അവള് പോയാലും ഇടയ്ക്ക് പ്രേമനായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. വാ, ഞാൻ നിന്നെ വീട് വരെ കൊണ്ടാക്കാം. വാ. അങ്ങനെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടം വരെ വന്ന എനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയും അറിയാം. മോളെ, പ്രേമനോ? ഞാൻ ഇവളെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിച്ചു പോയിക്കോ. അമ്മേ, ഇത്രേ ഉള്ളു കാര്യം. ഞാൻ വന്നത് കുറ്റബോധം കൊണ്ടൊന്നുമല്ല, ഈ ഒരു കാരണം കൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. നടന്നോ. കൊടുക്കാവുന്ന ഒരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി വേദനിപ്പിക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നേ ഉള്ളൂ. അവള് പാവാ. ശരി, അങ്ങനെ ആട്ടെ. അവൾക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ടാവും. കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു വിഷമം നല്ലതാണ്. മോളെ, ഇനി അമ്മ ഒരു കാര്യം പറയട്ടെ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. അവർക്കും വിഷമം തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ മോള് തിരിച്ചു പോണം. വേണമെങ്കിൽ അമ്മ കൊണ്ടുപോയാക്കാം. വേണ്ട വേണ്ട. പിന്നെ എനിക്ക് അവിടെ ഒരു വാക്കും മിണ്ടാൻ പറ്റില്ല. അവരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളുന്ന അവരുടെ ധാരണ. അതൊന്ന് മാറട്ടെ. പ്രേമേട്ടൻ ഇന്ദുവിനെ വിളിച്ചോണ്ട് വന്നില്ലേ, അതുപോലെ ശിവൻചേട്ടൻ വരട്ടെ എന്നെ കൊണ്ടുപോവാൻ. പെൺകുട്ടികൾക്ക് ഇത്ര വാശി പാടില്ല. വേറെ ആരും അല്ലല്ലോ, നിന്റെ ഭർത്താവ് അവന്റെ അമ്മയല്ലേ. അമ്മേ, പണ്ടത്തെ അമ്മായിയമ്മ പോരൊക്കെ ഇന്നത്തെ പെൺകുട്ടികളുടെ അടുത്ത് കാണിച്ചത് നടക്കുവോ? നിന്നെ പോലെ വാശി ശിവനും കാണുമല്ലോ. അവൻ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. അതിനാരും പേടിക്കണ്ടല്ലോ. ഇത് 500 രൂപയല്ലേ ഉള്ളൂ? അതെ. എല്ലാ മാസം 1000 രൂപയല്ലേ നീ തരാറ്? അത് ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോഴല്ലേ. ഇപ്പൊ ഗീതയില്ലല്ലോ. നിന്റെ കാശും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ചെലവൊക്കെ നടക്കുന്നതെന്ന് നിനക്കറിയില്ലേ ഉണ്ണിയെ? അറിയാം. അതുകൊണ്ടാണല്ലോ എന്റെ ചില 500 രൂപ തന്നത്. ഇങ്ങനൊക്കെ കണക്ക് പറയാൻ പാടുണ്ടോ? ഈ നിലയ്ക്ക് നിന്നെ 10 മാസം ചുമന്നതിന് ഞാൻ കണക്ക് പറയണമല്ലോ. ഓ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ ബുദ്ധിയോടെ ഒരു കാര്യം പറഞ്ഞു. അല്ല, നിന്റെ ഈ എണ്ണിപ്പെറുക്കിയുള്ള കണക്ക് പറച്ചിൽ കേട്ട് എങ്ങനെങ്കിലും പറയാൻ തോന്നിയല്ലോ. കളിയാക്ക? ഏയ്, ഇന്നല്ലെങ്കിൽ നാളെ മാനേരാകാൻ പോകുന്ന നിന്നെ ഞാൻ കളിയാക്കൂ. ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ വേണ്ടാത്ത ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. കരുതിയിരുന്നില്ലെങ്കിലേ അവസാനം കഷ്ടപ്പെടാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ. പഴയ പോലൊന്നുമല്ല. ഇപ്പൊ എനിക്കൊരു കുടുംബമുണ്ട്, ഒരു കുട്ടി ഉണ്ടാവാൻ പോകുന്നു. അതെന്താ മനസ്സിലാക്കാത്തേ? പറയുന്ന കേട്ടാത്തൊന്നും നിനക്ക് മാത്രമേ കുട്ടികളും കുടുംബമൊക്കെ ഉള്ളെന്ന്. എടാ, നീ അടക്കം 4 പേരുടെ അച്ഛനാ ഞാൻ. വരുമാനം കുറവായിരുന്നപ്പോഴും അന്തസ്സായിട്ട് തന്നെ നിങ്ങളെയൊക്കെ ഞാൻ വളർത്തിയത്. അന്നച്ഛനെ ഞങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ അതാണോ സ്ഥിതി? ഇല്ലാത്ത കാശുണ്ടാക്കി ഒരുത്തിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ ബാധ്യത സഹിക്കാം. ഒരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി ദേണ്ട വന്നിരിക്കുന്നു. സൽക്കരിക്കാൻ നിങ്ങൾ ആൾക്കാരും. എന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ആർക്കും ഒരു ഭാരമായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. അറിയാൻ വേണ്ടി നീ തന്റെ കാര്യമാണെന്ന് അറിയാം. എന്ത് ചെയ്യാനും നീ മടിക്കില്ല. ഉണ്ണി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതാ. ഞാനൊന്നുറക്കെ സംസാരിച്ചാൽ നിങ്ങൾക്ക് കുറച്ചിലാണല്ലേ.
ഇവിടെ വന്നു കയറി ഒരുത്തി പെട്ടിയും തൂക്കി ഈ പടി കടന്നാണല്ലോ പുറത്തേക്ക് പോയത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുണ്ടായില്ല? ഉണ്ണി, രമയെ പറ്റി നിനക്ക് പറയാം, അവൾ നിന്റെ പെങ്ങളാ. പക്ഷെ നിന്റെ അനിയന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല, അതും അവനോട് ഇല്ലാത്തപ്പോ. ആ, അവൻ എന്നേക്കാൾ യോഗ്യനാണ്. 1800 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഞാനോ മാസാമാസം 500 രൂപ തികച്ച് കയ്യിൽ വാങ്ങിക്കാത്ത പ്രേമനോ വലുത്? 1800 രൂപ ശമ്പളം വാങ്ങുന്ന നീ വീട്ടിൽ അവന് 500 രൂപ തരുന്നു, അതും കണക്ക് പറഞ്ഞുകൊണ്ട്. മാസം 500 രൂപ തികച്ച് കൈ മേടിക്കാത്ത പ്രേമൻ കിട്ടുന്ന മുഴുവൻ തരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മോനെ. എന്റെ നോട്ടത്തിൽ അവൻ തന്നെയാണ് വലുത്. നിന്നെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് എന്റെ തെറ്റ്. പഠിപ്പിച്ച് വലുതാക്കിയ കാര്യമൊന്നും പറയണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് ഡിഗ്രി എടുത്തു. ഉണ്ടല്ലോ 2 എണ്ണം വേറെ. ഒരുത്തൻ നാടകം കളിച്ച് നടക്കുന്നു, ഇനി ഒരുത്തൻ 10ാം ക്ലാസ്സിൽ വർഷങ്ങളായിട്ട് കുത്തുന്നു. കടന്നോ? മതി, നിർത്ത്. നീ മിടുക്കൻ. നീ 1000-ന് വരെ 500 രൂപ അവൻ 10ാം ക്ലാസ് കിടക്കുവോ? പ്രേമന് വരുമാനം കൂടുവോ? പിണങ്ങി വന്ന് നിന്റെ പെങ്ങൾ തിരിച്ചു പോവോ? വേണ്ട, നിന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്കും കൂടെ ചോറ് തരാൻ നിന്നെ കൊണ്ട് കഴിയും. ആ രൂപ അങ്ങ് തിരിച്ചു കൊടുത്തേ. കൊടുക്കാൻ കൊണ്ടുപോ. ഇനി നിന്റെ ഒറ്റ പൈസ അവിടെ തന്നു പോരുത്. എന്റെ പൈസ നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ? ഇല്ല. എന്നാൽ ഇത് മാത്രം പോരാ. വേറെ ഒരുപാട് കാശ് ഞാൻ ഈ വീട്ടിലേക്ക് ചെലവാക്കിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് കിട്ടണം. എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് നീയാ. ആദ്യത്തെ സന്താനം എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ഒരുപാട് ലാളിച്ചിട്ടുണ്ട്. ഈ തോളിലിരുത്തിയാ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കുകയും തിരിച്ചു കൊണ്ടുവന്നത്. ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ നീ ആഗ്രഹിച്ച എന്തും വാങ്ങി തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ ഞാനാടാ. എനിക്കൊന്നും അറിയണ്ട. ബികോം ഡിഗ്രി ആയിട്ട് അലഞ്ഞു നടക്കുമ്പോൾ നിനക്കൊരു ജോലി വാങ്ങി തരാൻ വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് നിനക്ക് ഈ ജോലി വാങ്ങി തന്നെ അറിയാവോടാ? എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കതൊന്നും അറിയണ്ടല്ലേടാ. വേണ്ട. എങ്കിൽ ഇങ്ങനെ ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. ഇറങ്ങിപ്പോടാവിടെ നിന്ന്. അങ്ങനെ വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ എന്നെ കിട്ടില്ല. പുന്നാരമ്മയുടെ കല്യാണത്തിന് എന്റെ പ്രോബ്ലം ഫണ്ടിൽ 25,000 രൂപ എടുത്തു കൊടുത്തത്. ആ രൂപയ്ക്ക് തിരിച്ചു കിട്ടണം. അത് തന്നാ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവോ? ആ നിമിഷം ഇറങ്ങിപ്പോ. എന്നാ മരിച്ചുപോയ കാരണവന്മാരുടെ പേരിൽ ആണയിട്ട് ഞാൻ പറയാണ്, ഇന്ന് മുതല് നിന്റെ കടം തീർക്കാന്നുള്ള മാത്രമാണ് എന്റെ ലക്ഷ്യം. അത് തീർക്കുന്നവരെ ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനോ എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരോ നിന്നെ കാണില്ല, സംസാരിക്കില്ല. പിന്നെ കടം തീർക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ എന്റെ ചെതയ്ക്ക് തീ കൊളുത്താൻ പോലും നീ വീട്ടിനകത്ത് കാലുകുത്തരുത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ പട്ടി. ഇങ്ങോട്ട് മാറി നിൽക്കില്ല, അവൻ പോട്ടെ. ഓടാ ഇറങ്ങി. എന്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ താനെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഇതല്ലേ സാറിന്റെ വീട്? ഇതല്ലേ സാറിന്റെ വീടെന്ന്? ആ, ആയിരുന്നു. ഇപ്പൊ അല്ല. അടോ. വാ. ആ, അങ്ങോട്ട് വെച്ചേരെ. അങ്ങോട്ട് വെക്കാനല്ലേ പറഞ്ഞേ? വലിയ മെടുക്കനൊന്നും വേണ്ട കേട്ടോ. ഒരിക്കലും ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്നവനായി ഉണ്ണി. രോഗപരിചയം കുറച്ച് കുറവാണെങ്കിലും. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഇവിടെ കാര്യം പറയാൻ പാടില്ലേ? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേക്ക് മറ്റൊന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. തോന്നിയത് തോന്നിയ പോലെ പറയും, ആരോടായാലും. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? അങ്ങനൊന്നും പേടിക്കുന്നവനല്ല ഞാൻ. മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനും പെസക. മനസ്സിലായോ? ഇല്ല. ആ, എനിക്ക് മനസ്സിലാകുകയില്ല. അതിപ്പോ എത്രയായി? 10 രൂപ. ആ, ഇത് 9 ഉള്ളൂ. 1 രൂപ വേണം സാർ. പത്തായില്ലേ? ആ. ആ, ഇന്നലെ രാത്രി നീ എന്താ പറഞ്ഞേ? നമ്മുടെ മോനല്ലേ അങ്ങ് ക്ഷമിച്ചു കളയുന്നല്ലേ? ക്ഷമിക്കാൻ നിരത്തിലാവണ്ടേ അവന്റെ പോക്ക്? പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര കണക്കാക്കൂ ഞാൻ. അയ്യോ, നിങ്ങളൊന്നും മിണ്ടല്ലേ. ഇല്ലടി, എന്റെ നാവടക്കാൻ നീ എല്ലാ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കില്ല. പ്രായം ഇത്രയായി. ഇനിയേ എന്നെ തിരുത്തി എന്നാക്കൊന്നും ആരും വിചാരിക്കണ്ട. മനസ്സിലായോടി?
ആ